ഒരു വെഡ്ഡിങ്ങിന് അല്ലെ ഒരു റിസപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ MC അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സെറമണി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മുടെ ഷോ റൺ ചെയ്യുന്നത് ഓൺ ഫ്രണ്ട്. അപ്പോൾ അവരെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽസ് എപ്പോഴും ഒന്ന് നോക്കുക. കാരണം അവർ എങ്ങനത്തെ ഒരു ഓഡിയൻസിനെ ആണ് ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ളതെന്നൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈബിന് അത് ഭയങ്കരമായി ചേഞ്ച് ഉണ്ടാക്കും. യങ്ങർ ക്രൗഡിനെയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്ത് പരിചയമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടക്കാൻ പോകുന്ന ഫംഗ്ഷനിൽ കൂടുതലും പെർസെൻറ്റേജ് യങ്ങർ ക്രൗഡ് അല്ല കസിൻസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ആങ്കറിനെ ഹയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ യങ്ങർ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ഒരു MC-നെ നമ്മൾ ഇച്ചിരി ഓൾഡർ ക്രൗഡ്, അതായത് കുറച്ച് ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെ ഒരു 50+ ഏജ് ഉള്ള ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഒരു വൈബ് ശരിക്കും മാച്ച് ആവത്തില്ല. അത് നമ്മുടെ പ്രോഗ്രാമിനെ ഓവറോൾ ഭയങ്കരമായി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും MC-നെ നോക്കുമ്പം അവരുടെ പ്രൊഫൈൽസ് സ്റ്റഡി ചെയ്യുക, അവരെങ്ങനത്തെ ക്രൗഡിനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നേരത്തെ ഒന്ന് കണ്ടുവച്ചതിന് ശേഷം മാത്രമേ ബുക്കിംഗ് ചെയ്യാവൂ.